കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന്റെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരേയൊരു പ്രതിസന്ധി കർണനായിരുന്നു. കർണന്റെ ശരീരത്തിൽ ജന്മനാ തന്നെയുള്ള ആ കവചവും കുണ്ടലങ്ങളും ഉള്ളിടത്തോളം കാലം ഒരു ദേവനും മനുഷ്യനും അയാളെ വധിക്കാൻ കഴിയില്ല. തന്റെ മകനായ അർജുനനെ രക്ഷിക്കാൻ ദേവേന്ദ്രൻ കണ്ടുപിടിച്ച ആ മാർഗം ചരിത്രം കണ്ട ഏറ്റവും വലിയ ചതിയായിരുന്നു. സൂര്യപുത്രനായ കർണൻ ഉച്ചസമയത്ത് സൂര്യദേവനെ വണങ്ങി നിൽക്കുമ്പോൾ ആര് എന്തു ചോദിച്ചാലും നൽകുമെന്ന് ഇന്ദ്രൻ അറിയാമായിരുന്നു. ഒരു വൃദ്ധബ്രാഹ്മണന്റെ വേഷത്തിൽ ഇന്ദ്രൻ കർണന്റെ മുന്നിലെത്തി. പക്ഷേ തന്റെ അച്ഛനായ സൂര്യദേവൻ സ്വപ്നത്തിൽ വന്ന് ഈ ചതിയെക്കുറിച്ച് കർണന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരുന്നത് ഇന്ദ്രനാണെന്നും നിന്റെ ജീവനാണ് അദ്ദേഹം ചോദിക്കാൻ പോകുന്നതെന്നും കർണന് കൃത്യമായി അറിയാമായിരുന്നു. എന്നിട്ടും കർണൻ ആ ചതിക്ക് വഴങ്ങിക്കൊടുത്തു. ആ ബ്രാഹ്മണൻ കർണന്റെ ശരീരത്തിലെ കവചവും കുണ്ടലങ്ങളും ദാനമായി ചോദിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ. രക്തം വാർന്നൊലിക്കുന്ന ആ കവചം ഒരു പുഞ്ചിരിയോടെ ഇന്ദ്രന്റെ കൈയിലേക്ക് വച്ചുകൊടുത്തു. കർണന്റെ ആ വലിയ മനസ്സിനു മുന്നിൽ ദേവേന്ദ്രൻ പോലും തലകുനിച്ചുപോയി. ഒരു മകനെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു മകനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന അച്ഛന്റെ ക്രൂരത അവിടെ വെളിപ്പെട്ടു. പകരമായി ഇന്ദ്രൻ തന്റെ വാസവി ശക്തി എന്ന അസ്ത്രം കർണന് നൽകി. പക്ഷേ കർണൻ അറിഞ്ഞിരുന്നു, കവചമില്ലാത്ത തന്റെ ശരീരം ഇനി വെറുമൊരു ലക്ഷ്യം മാത്രമാണെന്ന്. സ്വന്തം നാശം ഉറപ്പായിട്ടും വാക്കിനുവേണ്ടി ജീവൻ നൽകിയ കർണൻ അതുകൊണ്ടല്ലേ ലോകം കണ്ട ഏറ്റവും വലിയ വീരനാകുന്നത്. ചതിയിലൂടെ നേടിയ വിജയത്തേക്കാൾ വലുതാണ് സത്യത്തിനുവേണ്ടി നൽകിയ ഈ ബലിയെന്ന് കർണൻ തെളിയിച്ചു.